ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ. ചട്ടിയിൽ വെക്കുമ്പോഴാട്ടോ ഈ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്നത്. 3 വലിയ മാങ്ങ എടുത്തിട്ട് ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക. അതിലേക്ക് 3-4 പച്ചമുളക്, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ ഒരു കഷ്ണം ശർക്കര. ഒരാണി ശർക്കരയൊന്നും മുഴുവനായിട്ട് ഇടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ നിൽക്കുക. നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക. ഓവർ വെന്തുടഞ്ഞു പോകരുത്. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ജീരകവും കടുകും തൈരും കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് നമ്മൾ ആ കറിയിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ കറിക്ക് 1-2 തള വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലിൻ്റെ ഇലയും ഇട്ടിട്ട് അതൊന്നുകൂടി തിളയ്ക്കാൻ വെക്കാം. ഇനി നമുക്കിതിലേക്ക് വറവാണ് ചേർക്കേണ്ടത്. ഈ വറവിട്ടതോട് കൂടി കറിയുടെ ടേസ്റ്റ് ആകെ മാറും കേട്ടോ. കുറച്ച് കടുകും പിന്നെ നമ്മുടെ ഉണക്കമുളകും ചേർത്തിട്ട് നന്നായിട്ട് പൊട്ടിച്ചിട്ട് വേണം വറവിടാൻ വേണ്ടിയിട്ട്. ഇതിൽ കൂടെ കരിവേപ്പില ചേർത്ത് കൊടുക്കേണ്ടവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് ചേർക്കാം. ഈ വറവിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കാം കേട്ടോ. നമ്മുടെ മാങ്ങാക്കറി റെഡി. ഇത്ര സിമ്പിളായിരുന്നു നമ്മുടെ മാങ്ങാക്കറി അല്ലേ. എന്തൊരു എളുപ്പത്തിലാണ് നമ്മളിപ്പോൾ ഒരു മാങ്ങാക്കറി ഉണ്ടാക്കിയ. ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യും.